വെറുതെ ഇരുന്നപ്പോ ഒരു മോഹം, ഒരു ഡ്രീം കേക്ക് കഴിച്ചാലോ. എന്നാ പിന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. ആദ്യ ഒരു കപ്പിലേക്ക് അരക്കപ്പ് മൈദ എടുത്ത് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ മാറ്റി അതിന് പകരം കൊക്കോ പൗഡർ ആഡ് ചെയ്ത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടിയ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് നന്നായിട്ട് തരിച്ചെടുക്കാം. ഒരു 2-3 തവണ തരിച്ചെടുക്കണം കേട്ടോ, എന്നാലും നമുക്ക് നന്നായി മിക്സ് ആയി കിട്ടുള്ളൂ. പിന്നെ ഒരു പാത്രത്തേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അതിനു മുമ്പ് ആ മുട്ടയിലേക്ക് ഒരു പിഞ്ച് ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. മുട്ടയുടെ മഞ്ഞ കളറൊക്കെ പോയിട്ട് ഇതുപോലൊരു ക്രീം കളറായിട്ട് വരണം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് ബീറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് കുറച്ചിട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ പാത്രത്തേക്ക് നമ്മളെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഗ്യാസുമ്മേ ഒരു തട്ട് വെച്ചിട്ട് അതിന്റെ മേലെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടിന്നിറക്കി വെച്ചത്. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കി. പക്ഷേ ഇതെന്തിട്ടില്ല, പണി കിട്ടി. ഒരു 10 മിനിറ്റും കൂടെ വീണ്ടും അങ്ങനെ തന്നെ വെച്ച് പിന്നെയും ഒന്ന് തുറന്നു നോക്കി. പക്ഷെ അപ്പോഴും എന്തിട്ടില്ല. സ്റ്റിക്കൊന്നും കിട്ടാത്തതുകൊണ്ട് ഒരു പപ്പടക്കോൽ എടുത്തൊന്ന് കുത്തി നോക്കി. അത് മുട്ടി പിടിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലായി ഉള്ളൊന്നും വെന്തിട്ടില്ല. അങ്ങനെ ഞാനൊരു 15 മിനിറ്റ് വീണ്ടും വെച്ചു. അവസാനം സാധനം റെഡി ആയിട്ടോ. ഞാൻ 2 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായി ബീറ്റ് ചെയ്തു. കുറച്ച് ബീറ്റ് ആയതിനു ശേഷം അതൊക്കെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. പിന്നെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ടിന്നിലേക്ക് കേക്കിന്റെ സ്പോഞ്ച് ഇറക്കി വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. പാലും ചോക്ലേറ്റും കൂടെ ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ടോ ഞാനത് ഒഴിച്ചെടുക്കുന്നത്. അത് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചെടുക്കുക. ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ സ്പോഞ്ച് വെച്ചു. സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി വന്ന ചോക്ലേറ്റ് കൂടെ കുറച്ച് വിപ്പിംഗ് ക്രീം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കാഷ്നട്ട് പൊടിച്ചിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേർഡ് ലെയറായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ ചോക്ലേറ്റില്ലേ, നട്ട്സ് ഒക്കെ ഇട്ട ചോക്ലേറ്റ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കുറച്ചിരുന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ 4th ലെയറിനുള്ള ചോക്ലേറ്റ് റെഡിയാക്കാം. അടുത്തുള്ള ഡയറി മിൽക്ക് ആണ് കേട്ടോ. അത് നന്നായി മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ മേലെ കൂടെ നമ്മൾ 4th ലെയറായിട്ട് ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. ഇത് സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ വേഗം നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണല്ലോ ഡ്രീം കേക്ക് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ടേ. ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ നോക്കാം. ഇനുവിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മളെ കേക്ക് എങ്ങനെ ഉണ്ടെന്നാ തോന്നുന്നത്? അവൾ ആദ്യം തന്നെ കൊക്കോ പൗഡർ മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന്റെ എക്സ്പ്രഷൻ ആണത്. പക്ഷെ നമ്മൾ കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ.